ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ന്യൂസിലാൻഡിനെതിരെ 5 T20 മത്സരങ്ങളുടെ ഒരു പരമ്പര ടീം ഇന്ത്യക്ക് കളിക്കേണ്ടി വരുന്നുണ്ട്. അതിനുള്ള സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്നലെ BCCI ആ ഒരു സ്ക്വാഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് തിലക് വർമ്മ ആദ്യത്തെ 3 മത്സരങ്ങൾക്ക് ഉണ്ടാവില്ല. പകരം ശ്രേയസ് അയ്യരെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ വാഷിംഗ്ടൺ സുന്ദറിന് പകരമായിക്കൊണ്ട് രവി ബിഷ്ണോയിയെയാണ് ഇപ്പോൾ ടീം ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്പിന്നറാണ് രവി ബിഷ്ണോയി. നമുക്കറിയാം 2022 അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തിയത്. 42 മത്സരങ്ങൾ കളിച്ച രവി ബിഷ്ണോയി 61 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. 7.35 അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ് വരുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലാണ് രവി ബിഷ്ണോയി അവസാനമായി കൊണ്ട് ടീം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഏതായാലും താരത്തെ കൊണ്ടുവന്നത് ഒരു മിസ്റ്റേക്കായി മാറുമോ? അതിനുള്ള ഒരു 3 കാരണങ്ങൾ, ഒരു 3 പോസിബിലിറ്റികൾ അവിടെയുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം, ബിഗ് സ്റ്റേജുകളിൽ താരത്തിന്റെ ഫോം മങ്ങുന്നു എന്നുള്ളതാണ്. അതായത് 2024 IPLൽ 14 മത്സരങ്ങൾ കളിച്ച രവി ബിഷ്ണോയിക്ക് 10 വിക്കറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 2025ൽ 11 IPL മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. കുറേയേറെ റൺസ് വഴങ്ങുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം 5 T20 മത്സരങ്ങൾ കളിച്ച താരം 5 വിക്കറ്റുകൾ മാത്രമാണ് വീഴ്ത്തിയിട്ടുള്ളത്. അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിലും IPLലും ബുദ്ധിമുട്ടുന്ന ഒരു രവി ബിഷ്ണോയെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാരണം, ബാറ്റിംഗ് ഡെപ്ത് കുറക്കുന്നു. ടീമിന്റെ ബാലൻസിനെ അത് ബാധിക്കുന്നു. അതായത് ഒരു ഓൾറൗണ്ടർക്ക് പകരമാണ് ഒരു സ്പിന്നറെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. അത് ബാറ്റിംഗ് ഡെപ്തിനെ ബാധിക്കുന്നുണ്ട്. ബാറ്റ് കൊണ്ട് ഇദ്ദേഹത്തിൽ നിന്നും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. 13 ഇന്നിങ്സുകളിൽ നിന്ന് കേവലം 55 റൺസ് മാത്രമാണ് ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. ആകെ 46 T20 ഇന്നിങ്സുകളിൽ നിന്ന് 193 റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് ഒരു പ്യുവർ സ്പിന്നറെയാണ് ടീം ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ചിലപ്പോൾ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം, പ്ലേയിങ് 11ലേക്ക് ഫിറ്റ് ആവാത്ത ഒരു താരമാണ് രവി ബിഷ്ണോയി. അതായത് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയെങ്കിലും പ്ലേയിങ് 11ൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പില്ല. റിസ്റ്റ് സ്പിന്നർ ആയിക്കൊണ്ട് കുൽദീപ് യാദവ് അവിടെയുണ്ട്. ഓഫ് സ്പിന്നർ ആയിക്കൊണ്ട് അക്സർ പട്ടേലും മിസ്റ്ററി സ്പിന്നർ ആയിക്കൊണ്ട് വരുൺ ചക്രവർത്തിയും ടീം ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ രവി ബിഷ്ണോയിയെ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ടീം ഇന്ത്യക്ക് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏതായാലും രവി ബിഷ്ണോയിയെ കൊണ്ടുവന്നത് അത്ര നല്ല ഒരു തീരുമാനമായിരുന്നില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. പക്ഷെ ഇനിയിപ്പോൾ പ്രകടനം വിലയിരുത്തിയാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുക. ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.